രാജ്യത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന വ്യാജ പ്രചരണം സംസ്ഥാനത്തിന് പുറത്ത് സംഘടിതമായി നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് തൊഴിലാളികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന വ്യാജ പ്രചാരണം നടത്തുന്നത് കേരളത്തിലേക്ക് സംരംഭകർ എത്തുന്നത് തടയാനാണ്. എന്നാൽ ഇവിടെ എത്തുന്ന സംരംഭകർ അത്തരം അഭിപ്രായമുള്ളവരല്ല. സംരംഭകരെ ആകർഷിക്കുന്നതിനൊപ്പം എല്ലാ വിഭാഗം തൊഴിലാളികളെയും LDF സർക്കാർ ചേർത്ത് പിടിക്കുകയാണെന്നും കൊല്ലത്തെ തൊഴിലാളികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതിനാണ് സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രശ്നം ഈ ഘട്ടത്തിൽ ചില ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് പുതിയ തൊഴിലുകൾ പഴയ തൊഴിലുകളെ അപഹരിക്കും. അങ്ങനെയൊരു പ്രചരണവും അതിൻ്റെ ഭാഗമായി നിലവിലുള്ള തൊഴിലാളികളുടെ ഐക്യത്തെ ശിഥിലമാക്കാൻ ഉതകും വിധമുള്ള ശ്രമങ്ങളും ചിലയിടങ്ങളിലുണ്ട്. നാം കാണേണ്ട വസ്തുത തൊഴിലാളികളുടെ ഐക്യം പ്രധാനമായിട്ടുള്ളതാണ്. ആ ഐക്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് മുന്നേറാനാവുകയുള്ളൂ. യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റാനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ആദ്യമായി തൊഴിൽ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിൽ മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. പരമ്പരാഗത തൊഴിലാളികൾ മുതൽ IT തൊഴിലാളികൾ വരെയുള്ള 35 വിഭാഗങ്ങളിലെ തൊഴിലാളികളാണ് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായത്. തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി മുഖാമുഖം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, J ചിഞ്ചുറാണി, M മുകേഷ് MLA, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി. കൈരളി ന്യൂസ്, കൊല്ലം.